പലരും പറ്റത്തില്ലെങ്കിൽ നിർത്തണമെന്നുള്ള രീതിയിൽ പറയുമല്ലോ. പക്ഷേ എനിക്ക് അങ്ങനൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. നമുക്ക് ആൾക്കാരുടെ പ്രഷർ കൂടി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെയും വർക്കുകൾ എടുത്തു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. നിങ്ങൾ കേട്ടു രൂപേഷ് എന്ന ഈ യുവ സംരംഭകൻ്റെ സ്പാർക്കുള്ള കഥ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തുടങ്ങി വെച്ചത് ഏറ്റെടുക്കേണ്ടി വന്നു 21 വയസ്സിൽ. തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. തിരിച്ചുവരവുകൾ അതിനേക്കാളും ഗംഭീരമായിരുന്നു. ഇനി അദ്ദേഹം തിരിഞ്ഞു നോക്കില്ല. 4500 കസ്റ്റമേഴ്സ് ഒരു IT മേഖലയിൽ അത് വലിയ ഒരു തുക തന്നെയാണ്. 4500 കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ചെറിയ നമ്പറല്ല, വലിയൊരു നമ്പർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വൗച്ച് ചെയ്യാൻ പറ്റും. രൂപേഷിൻ്റെ എംപ്ലോയീസ് വളരെ ജെന്യുവനായിട്ടുള്ള ആൾക്കാരാണ്. അവർ വളരെ സത്യസന്ധമായി കസ്റ്റമേഴ്സിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പണത്തിൻ്റെ പുറകെ പോകുന്നവരല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചെറുകിട സംരംഭകരെയും ഒക്കെ സഹായിക്കാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓട്ടോമേഷൻ നമുക്കൊക്കെ സംരംഭം നടത്തുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാണ്. നമ്മൾ മാറി നിൽക്കണമെങ്കിൽ അവിടെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടി വരും. ഓട്ടോമേഷന് സഹായിക്കുന്ന രൂപേഷിനെ പോലുള്ള സംരംഭകർ ഇനിയും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. കോട്ടയത്തൊരു 100 കോടി വിറ്റുവരവുള്ള ഒരു IT കമ്പനി ഉണ്ടാക്കണം, 300 പേർക്ക് തൊഴിൽ കൊടുക്കണം. ഇത്തരം സംരംഭകരും സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണം. എങ്കിലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത് സഹായിക്കുകയുള്ളൂ.